കുന്തുവിൻ്റെ എന്താ പറയുക ആദ്യത്തെ പടം ലില്ലി എന്നുള്ള സിനിമയാണ്. അത് സോറി ഉമ ഒരു ചെറിയൊരു ഫീച്ചർ ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹിന്ദി ഫിലിം ആയിരുന്നു അക്രോസ് ദി ഓഷൻ. അതായിരുന്നു ദുന്ദു ആദ്യമായിട്ട് പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്ത സിനിമ. രണ്ടാമത്തെ ചെയ്ത സിനിമയാണ് ലില്ലി. പിന്നെ അതിനുശേഷം ഓപ്പറേഷൻ ജാവ, പത്മ, അങ്ങനെ നിരവധി സിനിമ. അപ്പോൾ ഞാൻ ഈ സിനിമ നമ്മുടെ ബഡ്ജറ്റ് ഉള്ള ചെറിയ സിനിമയായതുകൊണ്ട് ആരെ നമ്മളിപ്പോൾ എന്താ പറയുക ഈ പറയുന്നത് പോലെ വിളിക്കും ആർട്ടിലേറ്ററായിട്ട്. അപ്പോൾ കുന്തുവിനെ വിളിച്ചാൽ മതിയില്ലേ, നമ്മൾ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കും, അതൊക്കെ നമുക്ക് നിർത്തിക്കാം. നമ്മൾ എൻ്റെ പടം അക്രോസ് ദി ഓഷൻ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുന്തു വന്നത്. കുന്തു വന്നത് ഈ കുന്തുവിനെ നേരത്തെ എനിക്കറിയുന്നു. ഞാൻ മെക്സിക്കൻ ഭാഗത്തെ സെറ്റ് വെച്ചിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ കുന്തുവിനെ കാണുന്നത്. അന്ന് കുന്തു ചീഫ് എന്താ പറയുക അസോസിയേറ്റ് ആർട്ടിലേറ്ററായിരുന്നു. അപ്പം അന്നും ഇതേപോലെ തന്നെ ഉമ്മയുടെ അടുത്ത് ചോദിച്ചു കുറേ ആയില്ലേ ഇൻഡിപെൻഡൻ്റ് ആയിക്കൂടെ. അപ്പോഴും ഈ പറയുന്നവർ എൻ്റെ ആദ്യത്തെ പടത്തിൽ ഞാൻ സംവിധാനം ചെയ്യുന്ന പടത്തേക്ക് അവസരം കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ അതിനുശേഷം എന്താ പറയുക കറക്റ്റ് അവസരം വന്നപ്പോൾ ഞാൻ എന്താ പറയുക ശ്രീമതി വിളിച്ചു. അങ്ങനെ കുന്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടുപിടിച്ചത് ആർട്ട് ഭയങ്കരമായി പണിയെടുക്കും, ഭയങ്കര ആർട്ട് വർക്ക് എല്ലാം ചെയ്യും. പക്ഷെ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. അപ്പോൾ ഓപ്പറേഷൻ ജാവയിൽ സൈബർ സെല്ല് എല്ലാം ചെയ്തപ്പോൾ ഞാൻ ആ പടം കണ്ടതിന് ശേഷം ഞാൻ തുന്നോട് ചോദിച്ചു, ഇത് ശരിക്കുള്ള ലൊക്കേഷൻ മുമ്പ് ഷൂട്ട് ചെയ്തതാണോ എന്നറിയാൻ. അത്രയും റിയലിസ്റ്റിക് ആയിരുന്നു. അപ്പോൾ പിന്നീടാണ് മനസ്സിലാക്കിയത് അത് ഫുൾ സെറ്റായിരുന്നു. അപ്പോൾ മുമ്പ് അങ്ങനത്തെ ഒരു കഴിവുണ്ട്. നമസ്കാരം. ഈ പടത്ത് ആർപ്പിനെ വിളിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ചെറിയ ബഡ്ജറ്റുള്ള പടമാണ്, നീ വന്നിട്ട് ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഉറപ്പായിട്ടും ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, അപ്പം ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് അപ്പം എന്നെ വന്ന് കാണുന്ന സമയത്ത് അർമ്മ സാർ ഉണ്ടായിരുന്നില്ല. അർമ്മ സാറിൻ്റെ വന്ന് മീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് ഹൗസിൽ പോയിട്ടല്ലേ ആ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാറിൻ്റെ കോള് വരുന്നതും നമുക്ക് അന്നായി പടം ഓണായി എന്ന് വന്നിട്ട് തിരിച്ച് അതെ കോള് വന്ന് പുറത്ത് പോയി. ആർക്ക് തിരിച്ചു വന്നപ്പോഴേക്കും പറഞ്ഞു ഇങ്ങനെ സാറ് വിളിച്ചു, ഓക്കെ പറഞ്ഞു, നമ്മൾ പടം തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇടിപിടി എന്ന് പറഞ്ഞിട്ട് ഈ പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും. ഒരു വീട്ടിലാണ് മേജർലി ഷൂട്ട് നടന്നത്. മൊത്തം ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി എല്ലാവരും അവിടെയുള്ള എല്ലാം വിധുചേട്ടനാണെങ്കിലും പാറു ആണെങ്കിലും സാർ അജയ് സാർ ആണെങ്കിലും എല്ലാവരും നമ്മളൊരു ഫാമിലി പോലെ. ഒരാൾ കൂടി ഉണ്ട് ഓക്കെ. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഫാമിലി ആയിട്ട് ആണ് ഇത് ചെയ്തത്. അവിടെ ആ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെ 35-40 ദിവസം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഒരു എന്റർടൈനർ ആയിരിക്കും. അപ്പോൾ പറഞ്ഞ പോലെ ഈ 5 മിനിറ്റ് കൂടുമ്പോഴുള്ള ഈ ഷിഫ്റ്റ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇതിൻ്റെ കഥ പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഞാൻ ഈ സിനിമയിൽ പൊതുവെ ഞാൻ ആരോട് തല്ലുകൂടാറില്ല. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ തല്ലുകൂടിയത് എൻ്റെ എഡിറ്ററിൻ്റെ കൂടെയാണ്. റാഷനാണ് പ്ലീസ്. പക്ഷെ എത്ര തല്ലുകൂടിയാലും ഭയങ്കര സ്നേഹമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ റാഷൻ എന്താ പറയുക ഇഷ്ടംപോലെ സിനിമയുണ്ട്. നമ്മുടെ ഉമ്മയുടെ ആണ് തുടങ്ങിയത്. ഉമ്മയെ മറ്റേ ഇന്ത്യ ഫിലിം ചെയ്യുന്നതിൻ്റെ എഡിറ്ററായിരുന്നു. കൂടി എന്നുള്ള സിനിമ ചെയ്തിട്ടുണ്ട്. കുറെ നിരവധി എന്താ പറയുക OTT ഭയങ്കര എന്താ പറയുക അത്യാവശ്യം ഭയങ്കര റീച്ചോടെ പോകുന്ന ഒരു സിനിമയിൽ പോകുന്നു പറഞ്ഞിട്ട് അതൊന്നും റാഷനാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു ഓഫ് ബീറ്റ് ഫിലിം മേക്കുന്നതാണ് കൂടുതൽ ചെയ്യാറ്. ഞാൻ ഈ പ്രാവശ്യം പഠിച്ചിട്ട് കമേഴ്ഷ്യൽ പടം ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ നിരവധി പ്രാവശ്യം തല്ലുകൂടി എൻ്റെ ഈ കഷ്ടപ്പെട്ട ജേണിയിലൂടെ കൂടെ നിന്ന ഒരാളാണ് റാഷൻ. അപ്പം ഞാൻ നൗഫലിന് വലിയ പക്ഷെ ഭയങ്കര ഞാൻ എത്ര തല്ലുകൂടിയാലും ഒരു ബ്രദർലി സ്നേഹമുണ്ട്. ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇത്രയൊന്നും ആവില്ലായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ രണ്ടു ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ സ്റ്റേജിൽ നിൽക്കുന്നത്. ആക്ച്വലി ഇൻഡസ്ട്രിയിലാണ് അത് ജൂൺ 26-നാണ് റിലീസ്. എല്ലാവരും കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഫസ്റ്റ് ടൈം ഉമ്മയുടെ പ്രൊസീജിയേഷൻ ഫിലിമിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എഡിറ്ററായിട്ട്. അങ്ങനെ ഉമ്മയായിട്ട് പരിചയം. അതിന് ആ സമയത്ത് രൂപേഷ് പടം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു.